ഗുണ്ടസ്വാമികൾ, തൈക്കാട്ടയ്യാവ്, വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരുദേവൻ, പണ്ഡിറ്റ് കെ പി കറുപ്പൻ, അയ്യങ്കാളി തുടങ്ങി കേരളത്തിൻ്റെ നവോത്ഥാനത്തിന് നേതൃത്വം വഹിച്ച ആളുകളൊന്നും ഉപരിവർഗക്കാരായിരുന്നില്ല എന്ന് ചരിത്രപരമായി തിരിച്ചറിയണം. കേരളത്തിലെ കീഴാള സമൂഹങ്ങളിൽ നിന്നാണ് കേരളത്തിൽ നവോത്ഥാനം ഉണ്ടായത്. ഉത്തരേന്ത്യയിൽ ഉപരിവർഗക്കാരിൽ നിന്നാണ് നവോത്ഥാനം ഉണ്ടായതെങ്കിൽ കേരളത്തിൽ കീഴാള സമൂഹങ്ങളാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം സ്വന്തം സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടി മാറുമറയ്ക്കൽ സമരം നടത്തിയത് ചാന്നാന്മാരെന്ന് പറയുന്ന കീഴാള സമൂഹമാണ്. അപ്പോൾ കീഴാള സമൂഹങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന നവോത്ഥാനത്തിൻ്റെ ജ്വാലയാണ് വീട്ടി ഭട്ടതിരിപ്പാടിനെ പോലുള്ള ഉപരിവർഗ സമൂഹങ്ങൾ ഏറ്റെടുത്ത് നവോത്ഥാനത്തിൻ്റെ ഭാഗമായി ഉണ്ടായി വന്ന മാനവികത. ജാതിയല്ല, മതമല്ല, മനുഷ്യനാണ് പ്രധാനമെന്ന ആധുനിക കേരളത്തിൻ്റെ മാനവികത. അത് വൈക്കം സത്യാഗ്രഹത്തിൽ തുടങ്ങുന്നതാണ്.